വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ജോയിൻ ചെയ്യണം വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരാള്. ആശാനെ ഫൈനലി ഒന്ന് എൻ്റെ ഒരു വീഡിയോക്ക് ജോയിൻ ചെയ്യാൻ കിട്ടി. നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു Q&A ഉണ്ടായിരുന്നു നമ്മൾ 2 ആഴ്ച മുന്നേ. സോ ആ Q&Aക്ക് എത്ര ഡിലേ ആയിപ്പോയി, നമ്മൾ കുറച്ച് യാത്രകളിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ഞങ്ങൾ ഓർത്തു ഇന്ന് അതിനുള്ള എല്ലാ ഉത്തരങ്ങളും ഞങ്ങൾ തരുന്നതാണ്. സോ നമുക്ക് തുടങ്ങല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻസ് എടുത്തോ. സോ ഇതായിരുന്നു കേട്ടോ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ്. അപ്പോൾ 31 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലവ് സ്റ്റോറി പറയൂ, 2 റിലീജിയൻ എന്നുള്ള കല്യാണം പേരൻസ് ആക്സെപ്റ്റ് ചെയ്തോ എന്നൊക്കെയുള്ള സ്റ്റോറീസ് പറയൂ. ചേർച്ചിൽ പ്രശ്നം ഉണ്ടാകില്ലേ ഹിന്ദു ആയതിൽ? രമ്യ കൃഷ്ണയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലവ് സ്റ്റോറി ഓൾറെഡി ഞാൻ 3 പാർട്സ് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ കണ്ടിട്ടില്ല കഴിഞ്ഞാൽ പ്ലീസ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ 2 റിലീജിയൻ എന്നുള്ള കല്യാണം പേരൻസ് ആക്സെപ്റ്റ് ചെയ്തോ? വൈഷു പറയട്ടെ ആദ്യം, വൈഷുവിൻ്റെ പേരൻസിൻ്റെ. അത് അൽക്ക ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 2 റിലീജിയൻ എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അൽക്കയുടെ അമ്മ ഹിന്ദുവാണ്, അച്ഛൻ ക്രിസ്ത്യൻ ആണ്. ഞാൻ ക്രിന്ദു ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബാപ്റ്റൈസ്ഡ് അല്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു റിലീജിയൻ അങ്ങനെ റിലീജിയസ്ലി ഫോളോ ചെയ്യാത്തത് കൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഓക്കെ. ആദ്യത്തെ റിയാക്ഷൻ എന്താണ്? അൽക്ക മാറ്റിന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആദ്യം ക്രിസ്ത്യൻ ആണെന്ന് എല്ലാവരും അസ്യൂം ചെയ്യുമല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ? അമ്മയ്ക്ക് അമ്മയെ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെട്ടോ? അത് പറയൂ, എന്താണ്? ഞാൻ അധികം വർത്താനം പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അമ്മയ്ക്കും അച്ഛനും പോത്തിട്ടോ. അങ്ങനെയൊന്നുമില്ല. അപ്പൊ എന്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഓൾറെഡി ആ ലവ് സ്റ്റോറിയിൽ ഇല്ല അങ്ങനെയല്ല കേട്ടോ. ഞാൻ ലവ് സ്റ്റോറി ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പയടുത്തും അമ്മയടുത്തും പ്രസന്റ് ചെയ്തത്. സോ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, കാരണം എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല അപ്പയും അമ്മയും. സോ ഞാൻ ആദ്യം അമ്മയടുത്ത് പറഞ്ഞു. അമ്മ വഴിയാണ് അപ്പയടുത്ത് അവതരിപ്പിച്ചത്. അപ്പം അമ്മ പറഞ്ഞു എന്താണ് ചെറുക്കൻ്റെ ജോലി, ക്വാളിഫിക്കേഷൻ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇത് 3 ചെക്ക് ചെയ്തത്. അത് 3 1 ഗ്രീൻ ടിക്ക് ആയത് കാരണം അമ്മ അത് ഏറ്റെടുത്ത്. അമ്മ തന്നെ അപ്പയെടുത്ത് പറഞ്ഞു. അപ്പം അപ്പ ചോദിച്ചത് ഇവർ കല്യാണപ്രായം ഒന്നും ആയിട്ടില്ല, 10-22 വയസ്സല്ലേ ആയിട്ടില്ല, ഇവർക്ക് അവിടെ കല്യാണം. അപ്പം അമ്മ പറഞ്ഞല്ല ഇപ്പോഴൊന്നും അല്ല, കൊച്ചു ചെറിയൊരു റിലേഷൻഷിപ്പിലാതാ പറയണേന്ന്. അപ്പോൾ പറഞ്ഞു ഇവള് കൊള്ളാമല്ലോ എന്നാണ് അപ്പയുടെ റിയാക്ഷൻ. അപ്പ പറഞ്ഞു എല്ലാം അടിപൊളിയാണെങ്കിൽ പിന്നെന്താ, എന്നായിക്കോട്ടെ എന്നുള്ളായിരുന്നു അപ്പയുടെ റിയാക്ഷൻ. സോ 2 വീട്ടിലും അങ്ങനെ ഭയങ്കര ഭൂകമ്പമൊന്നും ഉണ്ടായില്ല. ഇറ്റ് വാസ് ഓൾ ചിൽ ആൻഡ് കാം. ഞങ്ങളുടെ അടിപൊളി പേരൻസ് ആയിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നീഡ് എ വീഡിയോ അബൌട്ട് യുവർ ലവ് സ്റ്റോറി. പിന്നെ ഓക്കെ, മായ മേനൻ ചോദിച്ചിട്ടുണ്ട്, ആർ യു ട്രെയിൻഡ് ഇൻ ക്ലാസിക്കൽ ഡാൻസ് ആൻഡ് മ്യൂസിക്? ടെൽ അബൌട്ട് യുവർ എക്സ്പീരിയൻസസ്. ഞാനൊരു ട്രെയിൻഡ് ക്ലാസിക്കൽ ഡാൻസറാണ്. ഞാൻ മ്യൂസിക്കും പഠിച്ചിട്ടുണ്ട്. സോ ഞാൻ എനിക്ക് തോന്നുന്നു 5ാം വയസ്സ് തൊട്ട് 10th ക്ലാസ് വരെ, 10 വയസ്സ് 5 to 15 5 years തൊട്ട് 15 years വരെ ഞാൻ പ്രോപ്പർ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. കലാമണ്ഡലം ഗോപി മാഷിൻ്റെ അടിയിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ കലാമണ്ഡലം മോഹന തുളസി മിസ്സിൻ്റെ അടുത്ത് തുടങ്ങി കലാമണ്ഡലം ഗോപി സാറിൻ്റെ അടുത്താണ് ഞാൻ ഭരതനാട്യവും മോഹിനിയാട്ടവും പഠിച്ചിട്ടുണ്ട്. സോ അതായിരുന്നു എൻ്റെ ആ ഒരു ഡാൻസ് ജേർണി. മ്യൂസിക്കും ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ മ്യൂസിക് ഞാൻ കുറച്ച് നാളെ പഠിച്ചിട്ടുള്ളൂ. അപ്പം തന്നെ അവർ പറഞ്ഞു നോക്ക് പറ്റിയ പണിയല്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല, വെറുതെ തമാശയാക്കിയതാണ്. ഇതാണ് തമാശയാക്കണേ? അല്ല, ഞാൻ തന്നെ ആക്കിയത്. ഇല്ല, മ്യൂസിക് ഞാൻ അങ്ങനെ കണ്ടിന്യൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ, അമ്മയായിട്ട് നടന്നൊരു ഇൻസിഡൻറ്റ്. ഞാൻ മ്യൂസിക് ക്ലാസ് കഴിഞ്ഞ് വന്നു, ഞാനും ചേച്ചിയുണ്ട്, ചിപ്പിയുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് മ്യൂസിക്കിന് ഇനി പോകണ്ട, ഞങ്ങൾക്ക് ഡാൻസ് മാത്രം പഠിച്ചാൽ മതി. അപ്പം അമ്മ പറഞ്ഞു, അമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാഞ്ഞ കാര്യങ്ങളിൽ മക്കളിലൂടെ മക്കളിലൂടെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. ഡാൻസ്, മ്യൂസിക്, ഡ്രോയിങ്, പെയിന്റിങ്. ആ സമയത്ത് ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ സമയം ഉണ്ടായില്ല ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട്. പക്ഷേ വി യൂസ് ടു എൻജോയ് ആയിട്ടോ, അങ്ങനെയല്ലേ പറയണേ, കംപ്ലൈൻ്റ് ആയിട്ടല്ലേ പറഞ്ഞത്. അടിപൊളിയായിരുന്നു ആ സമയം. പക്ഷേ അപ്പം ഞാനിങ്ങനെ പോയി പറഞ്ഞു അമ്മയടുത്ത് എനിക്ക് മ്യൂസിക് പഠിക്കണ്ട. ചിപ്പയും പറഞ്ഞു എനിക്ക് മ്യൂസിക് പഠിക്കണ്ട. അപ്പോൾ പറഞ്ഞു നല്ലതല്ലേ, പാടാൻ കഴിവുണ്ടെങ്കിൽ നല്ലതായിട്ട് പാടിക്കൂടെ, ഇത്തിരി പഠിച്ചു കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടില്ല, അമ്മയ്ക്ക് എന്തിനാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇപ്പോഴും പറയും അപ്പം നിന്നെയൊക്കെ പഠിക്കാൻ വിട്ടപ്പോഴത്തേക്ക് നീ വായി നോക്കാൻ പോയതല്ലേ, ഇപ്പം എന്തായിരുന്നു.
സോ അതെനിക്ക് ഓർമ്മയുണ്ട്. മര്യാദയ്ക്ക് ആ സമയത്ത് അവർ പഠിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ചെയ്തില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ട്രെയിൻഡ് മ്യൂസിക് എവിടെ? തബലയല്ലേ? തബലയല്ല, മ്യൂസിക് ക്ലാസ്സിന്. അതിന്റെ ഗുണം കാണാനോ? ആതിരയ്ക്ക് വേണ്ടി ഞാൻ ആതിര പുള്ളിയുടെ പെങ്ങള്. ആതിര ഏതാ? വീണയാ? എന്താണ് അവള് പാട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ തബല ക്ലാസ് ഉണ്ടായിരുന്നില്ല, കീബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ കീബോർഡ് ജോയിൻ ചെയ്തു. കീബോർഡ് പക്ഷെ ഇത് രണ്ടിലായിരുന്നില്ല പുള്ളിയുടെ കഴിവ്. പുള്ളിയുടെ കഴിവ് വേറെ എടുത്തായിരുന്നു. മൃദംഗമ, ഈ മൃദംഗ, കൊട്ട, തബല, മൃദംഗ എന്താണ്? മൃദംഗം തബലല്ലേ? സോറി, അല്ലേ, എല്ലാം കൊട്ടാനല്ലേ. അപ്പോൾ എനിക്കിപ്പോഴും ഇപ്പൊ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിയറിംഗ് വീലിലിട്ട് തട്ടാന്നല്ലാണ്ട് ഞാൻ പറഞ്ഞു എപ്പോഴും ക്ലാസ്സിന് ഡ്രംസിനൊക്കെ പോകുന്നു പറഞ്ഞു. പക്ഷെ അവരെ ചെയ്യില്ല. എന്നിട്ട് എന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ സ്റ്റിയറിംഗിലിട്ട് കൊട്ടു തുടങ്ങും. ഭ്രാന്ത് കയറത് കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് പുറത്ത് പോയി പഠിക്കുമോ കൊട്ടുമെന്ന്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അബ്ദുൾ റഷീദ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്സ് ജോബ്? ഡു യു ഹാവ് എനി പ്ലാൻ ടു ഗോ അബ്രോഡ്? അതാണ്. വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്സ് ജോബ്? നിങ്ങൾ അറിയണം, എനിക്കിപ്പോഴും വലുതായിട്ട് അറിയില്ല. ഞാൻ ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സൊല്യൂഷൻസ് കമ്പനിയിൽ VP സെയിൽസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതായത് ബിസിനസ് ഡെവലപ്മെൻറ്റ്, മാർക്കറ്റിംഗ്, അക്കൗണ്ട് മാനേജ്മെൻറ്റ്, സെയിൽസ് എല്ലാം ഒരു ടീമുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ ആ ഫംഗ്ഷനാണ് എൻഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ഡു യു ഹാവ് എനി പ്ലാൻസ് ടു ഗോ അബ്രോഡ്? അത് ഞാൻ പല ആൾക്കാരടുത്തും ഡിസ്കസ് ചെയ്തു. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്ന കാര്യമാണ്. ഞാനിപ്പോൾ US, യൂറോപ്പ് ട്രാവൽ ചെയ്തിട്ട് അവിടെ ആൾക്കാർ ജീവിക്കുന്നത് കണ്ടിട്ടുള്ളതും ഇവിടെ നമ്മൾ ജീവിക്കുന്ന എക്സ്പീരിയൻസും വെച്ചിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിനകത്ത് നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ പുറത്തത്തെ രാജ്യങ്ങളിൽ കിട്ടണമെന്നില്ല. ഇൻ ദ സെൻസ്, നമുക്ക് ഇവിടെ കിട്ടുന്ന ഹൗസ് ഹെൽപ്പ് അല്ലെങ്കിൽ മെയ്ഡായാലും കുക്കായാലും നമുക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ നമുക്ക് പുറത്തത്തെ രാജ്യങ്ങളിൽ കിട്ടണമെന്നില്ല. ബിക്കോസ് അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അവിടെ ഈവൻ മില്യനേഴ്സിന് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് പറ്റണമെന്നില്ല. അതൊന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ വീട്ടിനകത്താണെങ്കിൽ നമ്മൾ ഇവിടെ ഇന്ത്യയിൽ നിൽക്കുന്നതാണ് നല്ലത്. വീട്ടിന് പുറത്തിറങ്ങിയാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് റോഡിൽ ആൾക്കാരെ വണ്ടി ഓടിക്കുന്ന രീതി, ഡെഫിനറ്റ്ലി നമ്മളൊരു ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലെ പെരുമാറണം എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൺട്രോളബിൾ അല്ലാത്ത കാര്യങ്ങൾ പുറത്ത് ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ബാക്കിയുള്ള രാജ്യങ്ങൾ കുറെ കൂടി നന്നായിട്ട് തോന്നും. അത് ഡെഫിനറ്റ്ലി ഉള്ള കാര്യമാണ്. ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് കുറെ കൂടി നന്നായിട്ട് തോന്നും. രണ്ടാമതുള്ളത്, നമ്മുടെ ഫാമിലി ഇവിടെ അടുത്തായിരിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് എത്തിച്ചേരാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലോ അവർക്കും കൂടുതൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ പുറത്ത് പോകേണ്ട ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ പഠിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് അടുത്തൊരു മാസ്റ്റേഴ്സിനൊക്കെ പോകുന്ന ആൾക്കാരും അവിടെ ഒരു കരിയർ ഉണ്ടാക്കാൻ നോക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവിടെ കരിയർ കൈൻഡ് ഓഫ് സ്റ്റക്ക് ആണെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ പോകുന്നതിൽ ഓക്കെ. നമുക്കിപ്പോൾ ഗോഡ്സ് ഗ്രേസ് അങ്ങനെ ഒരു സ്ട്രെയിൻ ഇല്ല, വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഉണ്ട്. നമുക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ജോലികൾ ഉള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പുറത്ത് പോയി സെറ്റിൽ ചെയ്യുന്നതിൽ ഒരു പോയിന്റ് തോന്നുന്നില്ല. ട്രാവൽ ചെയ്യാൻ പറ്റുന്നു ഡെഫിനറ്റ്ലി. എനിക്കും അങ്ങനെ ഒരു 1-2 മാസമൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ജോലിന്റെ ആവശ്യമാണെങ്കിലും പേഴ്സണൽ ട്രാവലിനാണെങ്കിലും നമുക്കൊരു 1-2 മാസം മാക്സിമം, അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരണം. കാരണം ഓവർനൈറ്റ് പോയി കഴിഞ്ഞാൽ രണ്ടുപേരുടെയും വീട്ടിലെത്തും. വൈഷ്ണുവിന്റെ വീട്ടിലൊരു 5-6 മണിക്കൂർ പോയെത്തും, എൻ്റെ വീട്ടിലൊരു 9 മണിക്കൂർ പോയെത്തും. സോ നമുക്ക് രണ്ടിടത്തേക്കാണെങ്കിലും ചാടി പോകാൻ പറ്റണം. അതൊരു പ്രയോറിറ്റി തന്നെയാണ്. പിന്നെ ഇവിടെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ, ഫ്രണ്ട്സ് ഇപ്പൊ എവിടെ ചെന്നാലും ഉണ്ടാവും, അങ്ങനെയല്ല ഞാൻ പറയണേ. പക്ഷെ എന്നാലും നമ്മളെന്തോ ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്കൊരു അതിൻ്റെ ഒരു ആവശ്യം അങ്ങനെ തോന്നിയിട്ടേ ഇല്ല. സോ ഭാഗ്യം, ദൈവം സഹായിച്ച, ടച്ച് വുഡ്. സോ യാ, ഇനി പ്ലീസ് എക്സ്പ്ലെയിൻ യുവർ ജേർണി ടു യുവർ പ്രൊഫഷൻ. അനോഖ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ എൻ്റെ പ്രൊഫഷണൽ ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. അത് കഴിഞ്ഞ് ഞാൻ അതിന് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നേരെ കയറിയത് ഒരു സെയിൽസ് പ്രൊഫൈലിലേക്കാണ്, ബിസിനസ് ഡെവലപ്മെന്റ് പ്രൊഫൈലിലേക്കാണ് ബൈജൂസിൽ. അവിടെയാണ് ഈ മുതലിനെ കിട്ടിയത്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെന്നത് പിന്നെ ഫുൾ സെയിൽസ് തന്നെയായിരുന്നു. പിന്നെ ഞാൻ കരിയർ സ്വിച്ച് എടുത്തിട്ട് അതൊരു നാച്ചുറൽ പ്രോഗ്രഷൻ തന്നെയായിരുന്നു, കസ്റ്റമർ സക്സസിലേക്ക്. സോ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ, അതായത് ആൾക്കാരെ നമ്മുടെ കമ്പനിയിലേക്ക് ക്ലയന്റ് ആയിട്ട് കൊണ്ടുവരണം.
CS എന്ന് പറഞ്ഞ CS റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ക്ലയൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എൻഡ് ടു എൻഡ് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനും ആ ഒരു ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് ഞാൻ ചെയ്യണം. എനിക്ക് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് എൻ്റെ. ലക്കിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന ജോലി. ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതാണ് എൻ്റെ ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് അത് കുറച്ച് പേരെങ്കിലും ഹെൽപ്പ് ചെയ്തേക്കാം. എങ്ങനെ ആ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു സെയിൽസിലേക്ക് വന്നു, സെയിൽസ് കഴിഞ്ഞു CS വന്നു. സോ നോട്ട് എ വെരി സ്മൂത്ത് ട്രാൻസിഷൻ. പക്ഷെ എന്നാലും എനിക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം വെരി സൂൺ ട്ടോ. പിന്നെ എന്താണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഉള്ള CS റോൾ എനിക്ക് കിട്ടിയത്, CSM റോള്, കസ്റ്റമർ സക്സസ് റോൾ എനിക്ക് കിട്ടിയത്. അതും പറയണമല്ലോ. സോ ആ ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എത്തില്ല. അതുകൊണ്ട് സോ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണ് കാണിച്ചു തരുന്നത്? ഹേ അൽക്ക, ഐ യു എൻ അഡ്ജസ്റ്റിംഗ് പാർട്ട്ണർ ഓർ അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണർ? പവിത്ര നായരാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഐ എം ബോത്ത്. ശരിയാ. അൽക്കനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ആവും, അൽക്ക അഡ്ജസ്റ്റ് ചെയ്യൂല. ഈ കുഞ്ഞു കാര്യം പറയൂ. അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഒരാളുടെ ആവശ്യം ഇവിടെ വൈഷമുള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ തള്ളി കുറച്ചാണ്. പുള്ളി ഉള്ളപ്പോൾ എനിക്ക് തള്ളാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ജോക്സ് സൈഡ്, ഞാൻ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒച്ച എടുത്താൽ ഞാൻ മിണ്ടാണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇയാൾ കൂളായിട്ട് ഞാൻ രണ്ടു വർത്താനം അങ്ങോട്ട് പറയും, പിന്നെ അതോടെ തീർന്നു കിട്ടും. പക്ഷെ എന്നാലും ഞാൻ ആ സമയത്ത് പുള്ളിയുടെ വികാരമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പെരുമാറുക. ഇഫ് ഹീസ് അണ്ടർ ലോഡ് ഓഫ് സ്ട്രെസ് ഞാൻ ചുമ്മാ ചൊറിയാൻ പോകില്ല, അല്ലെങ്കിൽ ചുമ്മാ എന്താണത് മിഥുന്റെ വീഡിയോ ഉണ്ടല്ലേ, നിങ്ങൾ ഇഫ് യു ആർ അണ്ടർ റിസ്ക് അല്ലെ. അപ്പം ഞാനിങ്ങനെ ഒരാളുടെ സിറ്റുവേഷനിൽ ഒരാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ബിഹേവ് ചെയ്യും. സോ ഡെഫിനറ്റ്ലി ഐ എം അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്ണർ. അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യല്ലോ, പുള്ളി എന്നോട് ഇല്ല അങ്ങനെ സത്യം നല്ല അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പറയണമെന്നൊന്നും വിചാരിക്കരുത്. ഇയാളോട് ജീവിച്ചു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കാണുന്നതാണെന്നുള്ള ഇല്ല, വി ആർ ബോത്ത് ലൈക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര അഡ്ജസ്റ്റിംഗ് ആണ്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങും ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ തട്ടിയും മുട്ടിയും ഇങ്ങനെ പോകുന്നത്. എന്താണ് പറയാനുള്ളത് പറയോ? ഇരുന്ന് അങ്ങോട്ട് കേൾക്കാണ്, സുഖിക്കാണ്. അല്ല, ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്കിനോട് എനിക്ക് യോജിപ്പില്ല. അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ബാക്കിയുള്ളവർക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതിനാണ് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം പുള്ളി ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ നോ എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞിട്ടില്ലേ. ഒന്നിനും നോ ഇല്ലാത്തൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തന്നെ അടിക്കാൻ അല്ലെങ്കിൽ നോ ഇല്ലേ, ഞാൻ അത് ചെയ്യട്ടെ, ചെയ്തോ, അങ്ങനെ ഓരോ എന്ത് കാര്യം ചെയ്യുന്നതോ അവരുടെ താല്പര്യങ്ങളാണല്ലോ. അതിലിപ്പോ വേറൊരാൾ നോ പറയുന്നത് കൊണ്ട് അതാണ് തെറ്റല്ല എന്ന് നമുക്ക് തോന്നുന്ന എന്ത് കാര്യം നമുക്ക് ചെയ്യാം. ഇല്ലീഗൽ അല്ല എന്നുള്ളത് എന്ത് കാര്യം നമുക്ക് ചെയ്യാം. പിന്നെ ലവ് സ്റ്റോറി പറയുമ്പോൾ വെയിറ്റിംഗ് ആണ്. മൈ നെയിം ലാന, പ്ലീസ് ഒരു ഹായ് തരുമോ? ഹായ് ലാന. ലവ് സ്റ്റോറി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലാന. പിന്നെ വാട്ട് ഡസ് സക്സസ് മീൻ ടു യു? ഡു യു തിങ്ക് യു ആർ സക്സസ്ഫുൾ ഇൻ ലൈഫ്? ലോട്ട്സ് ഓഫ് ലവ്. ധനു തെരമ്പിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ പേര് കറക്റ്റായിട്ടാണോ പ്രൊണൗൺസ് ചെയ്യണത് എനിക്കറിയാം. ഞാൻ ID തേരമ്പിൽ ID കണ്ടിട്ട് പറയുകയാണ്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണോ പ്രൊണൗൺസിയേഷൻ എന്നുള്ളത്. എനിവേസ്, വാട്ട് ഡസ് സക്സസ് മീൻ ടു യു? സോ ഡു യു തിങ്ക് യു ആർ സക്സസ്ഫുൾ ഇൻ ലൈഫ്? ആ സെക്കൻഡ് പാർട്ടിൻ്റെ ആദ്യം പറയാം. സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ ജേർണി, ഇറ്റ്സ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. ഇതെന്താ വൈഷിച്ചിരിക്കുന്നത് അറിയാം? കാരണം ഞാൻ ഇത് വൈഷോടുത്ത് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിക്കാതെ പുള്ളിയുടെ കട്ടെടുത്താന്ന് ഞാൻ കട്ട് ചെയ്യൂതാ. അപ്പം ഫോർ മീ സക്സസ്, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ പറഞ്ഞു അതല്ലേ ബെറ്റർ, അല്ലെങ്കിൽ ഞാൻ കടെടുത്ത പോലെയാവും. സോ ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൻ്റെ ആദ്യം പറയാം. ഡു യു തിങ്ക് യു ആർ സക്സസ്ഫുൾ ഇൻ ലൈഫ്? എനിക്ക് തോന്നുന്നത് എനിക്കിനി ഒരുപാട് ദൂരേക്ക് പോകാനുണ്ട്, ലൈക്ക് ഇൻ ടേംസ് ഓഫ് സക്സസ്. അത് കരിയറിലായാലും ശരി, പേഴ്സണൽ ലൈഫിലായാലും ശരി. സോ ബേസിക്കലി ഓരോ പിറ്റ് സ്റ്റോപ്സ് നമ്മളിങ്ങനെ ഓരോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓർക്കും ഓക്കെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കിട്ടിയപ്പോഴത്തേക്കും എനിക്കൊരു സക്സസ് ആയി. എന്നുവെച്ചാൽ ഒരുപാട് കുറേ കുഞ്ഞു കാര്യങ്ങളെല്ലാം കൂട്ടി വെക്കുമ്പോഴാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് സക്സസ്ഫുൾ അങ്ങനെ മൊത്തത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓർ ഐ വുഡൻ സേ ഇറ്റ്. എനിക്ക് തോന്നുന്നത് ഞാനിങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ ചെയ്യണ കാര്യത്തിൽ അതിന് ബെസ്റ്റ് ആവാൻ നോക്കുക.
എന്നിട്ട് അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇത് മെഷർ ചെയ്യാറ്. ലൈക്ക് എൻ്റെ ഇപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിന് ഹാപ്പിനെസ് കിട്ടുക, അല്ലാണ്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും അവരെ സക്സസ്ഫുൾ ആവില്ല, ഹാപ്പിനെസ്സും ഇല്ലല്ലോ. സോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്. ഐ മീൻ നത്തിങ്, നോട്ട് എ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷൻ. സോ യാ, വാട്ട് ഈസ് യുവർ അഭിപ്രായം? സക്സസ് ഇസ് എ ഫൈൻ ലൈൻ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു പോയിന്റിലും സക്സസ് നമ്മളെ കണ്ടന്റ് ആക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമില്ല. അതായത് നമ്മൾ എപ്പോഴും യു ഷുഡ് ബി ചേസിങ് സംതിങ്, യു ഷുഡ് ബി ലുക്കിംഗ് ഫോർവേഡ് ടു ഡൂയിങ് സംതിങ് മോർ. അത് ഒരു കാര്യം. രണ്ടാമത്, ഇതേ കാര്യം നിങ്ങൾ അൺഹാപ്പി ആക്കാനും പാടില്ല. ഇൻ ദ സെൻസ് നമ്മൾ എന്ത് അച്ചീവ് ചെയ്താലും അതിന് എനിക്ക് കുറച്ചും കൂടി ഉണ്ട്, അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ സന്തോഷിക്കാന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ഫൈൻ ലൈനാണ്. അത് നിങ്ങളെ കണ്ടന്റും ആക്കരുത്, നേരെ മറിച്ച് നമ്മളത് ഇനിയും എന്തെങ്കിലും കുറേ ചെയ്യാനുള്ള കാര്യം നിങ്ങളെ അൺഹാപ്പിയും ആക്കരുത്. അതാണ് സക്സസ്. അപ്പൊ ഓരോ പോയിന്റിലും നമ്മൾ ഓരോ സക്സസ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മൂവിങ് പോയിന്റ് ആണ്, ഒരു എൻഡ് ഗോൾ അല്ല, അതൊരു ജേർണിയാണ്. ഓ, നെക്സ്റ്റ് റാസീൻ ചോദിച്ചിട്ടുണ്ട് ഡ്രീം ഡെസ്റ്റിനേഷൻ ഏതാണെന്ന്. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് വെയിൽ വാച്ചിങ്ങിന് പോകുന്നതാണ്. അതായത് വെയിൽ വാച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽസിന് എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ആനിമൽസ് ആണ്, മാമൽസ് ആണ് വെയിൽസ്. എനിക്ക് അവരുടെ കൂടെ നീന്താനുള്ളതാണ്. എനിക്ക് സ്നോർക്കലിംഗ്, സ്കൂബ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ക്യാൻസേറിയൻ ആയതുകൊണ്ടായിരിക്കും, ക്യാൻസർ സൈൻ ആയതുകൊണ്ടായിരിക്കും. ക്യാൻസർ സൈൻ ഇസ് വാട്ടർ സൈൻ, എൻ്റെ സോഡിയാക് സൈൻ ആണ്. അപ്പോൾ എനിക്ക് അവർക്ക് വെള്ളത്തിനോട് ഭയങ്കര പ്രാന്താണ്, എൻ്റെ അനുഭവം കൊണ്ട് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വെയിൽസിൻ്റെ കൂടെ സ്വിം ചെയ്യാനാണ്. വെയിൽസിൻ്റെ കൂടെ സ്കൂബ ഡൈവിങ് ചെയ്തിട്ട് വെയിൽസിൻ്റെ കൂടെ ഇങ്ങനെ പോയി നീന്തി അങ്ങനെ പോകാനാണ്. അതാണ് ഏറ്റവും വലിയ. അപ്പോൾ അത് കാണാൻ പറ്റുന്ന എവിടെയാണോ അതാണ് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ. അതിപ്പോൾ ശ്രീലങ്ക ആവാം, ഓസ്ട്രേലിയ ആവാം, എവിടെയാണല്ലോ അതാണ് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ. പക്ഷെ വൈഷ് വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവരോട് നീന്താൻ. സോ ആ ഒരു തീരുമാനമായി. ഇല്ല, പക്ഷെ ഞാൻ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പുള്ളിയുടെ വിചാരം വെയിലെങ്ങനെ എന്നെ വിഴുങ്ങിയാൽ എന്താവും എന്നുള്ളതാണ്. തമാശ വേണ്ട കൂട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ. വാട്ട് ഈസ് യുവർ ഡ്രീം ഡെസ്റ്റിനേഷൻ? ഡ്രീം ഡെസ്റ്റിനേഷൻ കണ്ടതിൽ വെച്ച് വീണ്ടും കാണാൻ ആഗ്രഹമുള്ള സ്ഥലം മേ ബി സ്വിറ്റ്സർലൻഡ് ആയിരിക്കാം. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള. പിന്നെ ഇനി കാണാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ ന്യൂസിലൻഡ് സീംസ് ടു ബി. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് വിയന്ന ഒരേ ഇതിൽ പറഞ്ഞ അലുവ മത്തിക്കറിയും പോലെ. അല്ല, ന്യൂസിലൻഡും ഓസ്ട്രേലിയയും. യൂറോപ്പ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുണ്ട്. യൂറോപ്പ് ഒരു ഒറ്റ ട്രിപ്പിലൊന്നും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നല്ല. ഒരു 5-6 ആണെങ്കിലും പോയാലേ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ കണ്ടു തീർക്കാൻ പറ്റും. അത് യൂറോപ്പ് ഡെഫിനറ്റ്ലി ആണ്. അതുകൂടാതെ ഇപ്പൊ കറന്റ്ലി ആഗ്രഹമുള്ള സ്ഥലങ്ങൾ മസായ്മാര, കെനിയ, ജപ്പാൻ, ഗ്രേറ്റ് മൈഗ്രേഷൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഇത് കംപ്ലീറ്റ് ആയ ഒരു നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെക്സ്റ്റ്, വാട്ട് വാസ് യുവർ ഫാമിലീസ് റിയാക്ഷൻ വെൻ യു ടോൾഡ് ദം അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് വൈശാഖ് സർ? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല കേട്ടോ. വളരെ ചില്ലായിട്ടുള്ള പേരൻസിനാണ്. അവരുടെ പ്രായത്തിനേക്കാളും ഫോർവേഡ് തിങ്കിങ് ആണ് അവര്. അപ്പൊ അവര് ആകെ ബാക്ക്ഗ്രൗണ്ടും ചെറുക്കന്റെ ബാക്ക്ഗ്രൗണ്ടും സ്റ്റഡീസ് ഒക്കെ നോക്കിയിട്ടുള്ളൂ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. കൊച്ചു സെക്യൂർ ആയിരിക്കുമോ നോക്കണേ. കൊച്ചു പൊളിങ്കുമ്പിളാണ് ഏത് പുള്ളി? പുള്ളി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. എന്റെ വീഡിയോ ഫൈനൽ പാർട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവരുടെ ആക്ച്വൽ റിയാക്ഷൻ എന്തായിരുന്നു. ഇത് ചോദിച്ചത് വേണ്ട, റോന ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് വാസ് യുവർ ഫാമിലീസ് റിയാക്ഷൻ വെൻ യു ടോൾഡ് ദം അബൌട്ട് യുവർ റിലേഷൻഷിപ്പ് വിത്ത് വൈശാഖ് സർ? അത് എന്താണ്, പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവ വരിച്ചില്ല. അവർക്ക് അവരുടെ പ്രായത്തിനേക്കാളും വളരെ ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ, എൻ്റെ അപ്പയും അമ്മയും. അപ്പോൾ അവരോട് പറഞ്ഞു അവർ ചെറുക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടും ജോലിയും അതൊക്കെ നോക്കിയുള്ളൂ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കിയുള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു അവർ പറഞ്ഞതെന്നൊക്കെ ഞാൻ എൻ്റെ ലാസ്റ്റ് ഫൈനൽ പാർട്ട്, ലവ് സ്റ്റോറി ഫൈനൽ പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കും. സാരി അടിപൊളി എന്നാണ് കേട്ടാ. ഇവിടെ ഹിബ പറഞ്ഞിട്ടുണ്ട് സാരി അടിപൊളി എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. അതിന് സാറേ അടിപൊളി എന്നാണ്. ഇരിക്കട്ടെ, സമാധാനിച്ചോ അങ്ങനെ. പിന്നെ ടെൽ അബൌട്ട് യുവർ മാരേജ്. അഗൈൻ വെഡിങ്ങിനെ കുറിച്ച് ഞങ്ങളുടെ ഒരു കോവിഡ് വെഡിങ് ആയിരുന്നു. ഡു യു ഹാവ് എനിത്തിങ് ടു സേ?
ഒരിക്കൽ രക്ഷപ്പെടാൻ ഒരു ചാൻസ് തന്നു. എടാ ഏപ്രിൽ 23rd അല്ല അല്ല 23rd ആണ് എനിക്ക് ഉറപ്പാ. അല്ല അല്ലേ ഏപ്രിൽ ഏതൊരു ദിവസം ഡിസൈഡ് 23rd ഉറപ്പിക്കാം. ഏപ്രിൽ ഒരു ദിവസം ഡിസൈഡ് ചെയ്തു. കോവിഡ് വന്നു. അത് മാർച്ച് വരെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എന്തായാലും ഇതൊക്കെ ചൈനയിലെ ഏതോ ഒരു വ്യത്യാസമൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചു. ഏപ്രിലിൽ നടന്നില്ല. പിന്നെ എല്ലാം ശരിയായിട്ട് നടക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്ന് കുറച്ചു കാലം. അപ്പൊ മനസ്സിലായി നടക്കൂലെന്ന്. പിന്നെ ജൂലൈയിൽ കെട്ടി. അത്രയാണല്ലോ, വളരെ സിമ്പിൾ ആയിരുന്നു. ഈ കല്യാണത്തിന്റെ സീൻ പറയുമ്പോഴാണ് എനിക്ക് ആ സമയത്തൊക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എല്ലാ ദിവസവും ഓരോ സൈഡ് ക്വാറന്റൈൻ സെന്റർ ആണ്. ഐ മീൻ ക്വാറന്റൈൻ എന്തോ സോൺ പറയൂലോ, റെഡ് സോൺ അല്ല, എന്തോ സോൺ പറയും, കോവിഡ് സോൺ ആണെന്ന് പറഞ്ഞിട്ട് ഓരോ ജില്ലയിൽ ഓരോ കുറെ സ്ഥലങ്ങൾക്ക് ക്ലോസ് ചെയ്യുന്ന സമയം. അപ്പൊ വണ്ടികൾ അങ്ങോട്ടും പോകാൻ പറ്റില്ല, വണ്ടികൾക്ക് അവിടെ നിന്ന് പുറത്തും വരാൻ പറ്റില്ല. ഞങ്ങളാണെങ്കിൽ ആ സമയത്താണ് എറണാകുളം ടു കാസർഗോഡ് പോകണം, എറണാകുളം ടു കണ്ണൂർ ട്രാവൽ ചെയ്യണം. ഒരു ഐഡിയ ഇല്ല. എന്നിട്ട് നമ്മള് കാറെടുത്ത് കാറിന്റെ മുന്നിൽ ഇത് കല്യാണം എന്നൊക്കെ ഒട്ടിച്ച് അങ്ങനെ മാരേജിന്റെ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടിച്ച് അങ്ങനെയാണ് പോയത്. എന്നിട്ട് ഓരോ സ്ഥലത്തും നമ്മളെ സ്റ്റോപ്പ് ചെയ്തു, കല്യാണക്കുറി കാണിച്ചു, ടെസ്റ്റ് എടുത്തതിൻ്റെ കോവിഡ് ടെസ്റ്റ് എടുത്തതിൻ്റെ ഇതൊക്കെ റിസൾട്ടൊക്കെ കാണിക്കണു. കാരണം ഞാൻ, അപ്പ, അമ്മ, ഡ്രൈവർ, ചേച്ചി, നമ്മളെല്ലാവരും ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് എത്തോ ഇല്ലേ എന്നറിയാണ്ട് പുറപ്പെട്ട ഒരു യാത്രയാണ്, നടക്കോ ഇല്ലേ എന്നറിയാണ്ട് തുടങ്ങിയ ഒരു കല്യാണം യാത്രയാണ്. ദാറ്റ് വാസ് ഫൺ. എല്ലാവരും ടെൻഷനിലായിരുന്നു തലേ ദിവസം വരെ. ഐ മീൻ ഞങ്ങളവിടെ നാട്ടില് കണ്ണൂർ എത്തണ വരെ എല്ലാവർക്കും ടെൻഷനായിരുന്നു, കല്യാണം നടക്കോ ഇല്ലേ എന്നുള്ള അവസ്ഥയായിരുന്നു. എന്റെ കല്യാണത്തിന്റെ തലേദിവസം നസ്രിയായി പെട്ടെന്ന് മറ്റേ ബാംഗ്ലൂർ കുളിച്ചോടിയാലോ കല്യാണത്തിന് കല്യാണത്തിന് തലേ ദിവസം ഞങ്ങളൊക്കെ കല്യാണം ലെക്സോട്ടിക്കിൽ വെച്ചായിരുന്നു ഞങ്ങളുടെ കല്യാണം കണ്ണൂര്. സോ അവിടെ ഹാളിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂംസും ഉണ്ട് അവിടെ. അപ്പം പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ശരത്തേട്ടൻ സന്ദീപൊക്കെയാണ് നമ്മളുടെ കൂടെ നിന്നത്. അപ്പോൾ ഞാൻ രാത്രി ശരത്തേട്ടനെ വിളിച്ചിട്ട്, ശരത്തേട്ടാ എനിക്ക് കല്യാണം കഴിക്കണ്ട, ഞാൻ ഒളിച്ചോടി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശരത്തേട്ടൻ ആകെ പെട്ട അവസ്ഥയായി. പുള്ളീനെ വിളിക്കണു, എന്നെ ഒന്ന് പറഞ്ഞത്, കാരണം ഞാൻ കരച്ചിൽ തുടങ്ങി. ഞാൻ കടന്ന് കരയാണ്. എൻ്റെ കരച്ചിൽ അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം എൻ്റെ ടെൻഷൻ എന്തായിരുന്നു എന്ന്. ഞങ്ങൾ അതിനു മുന്നേ 4 കൊല്ലം ഡേറ്റിംഗ് ആണ് കേട്ടോ. അപ്പം എനിക്ക് പുള്ളീൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാം അറിയാനൊന്നുമില്ല. അപ്പം പക്ഷെ എൻ്റെ ടെൻഷൻ തരുന്നില്ല. പിറ്റേ ദിവസം എൻ്റെ മേക്കപ്പ് കൊളാവോ എന്ന് ഓർത്തിട്ട് ഞാൻ രാത്രി 12 മണിക്ക് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിച്ചെണീപ്പിച്ച് റീഅഷ്യൂറൻസ് ചോദിച്ച ആളാണ്. അപ്പം എൻ്റെ ടെൻഷൻ എന്താണ്, പിറ്റേ ദിവസം എൻ്റെ മേക്കപ്പ് കൊളാവോ, വൈഷ തരാതെ പോട്ടെ എന്ന അവസ്ഥയായിരുന്നു. എൻ്റെ മേക്കപ്പ് കൊളാവോ, ആകെ ടെൻഷനായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് സ്ട്രെസ് എടുക്കാൻ വയ്യ, ഞാൻ എങ്ങനെയെങ്കിലും ഒളിച്ചോടി പോട്ടെ. ശരത്തേട്ടനാണെങ്കിൽ ആകെ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി റൂമിന് പുറത്ത് കാവലിരുന്ന് തോന്നണുണ്ട്, റൂമിന് പുറത്തിരിക്കുകയായിരുന്നു തോന്നണുണ്ട്. വട്ടാരം ഇതിനെ പോവാൻ പറ്റില്ലല്ലോ, പോവാണ്ട് നോക്കണ്ടേ. ഒരു രസമായിരുന്നു. ഞാൻ അപ്പയടുത്തും അമ്മയടുത്തും പോയി പറയാൻ നോക്കി, പക്ഷെ അവരങ്ങോട്ട് എന്റർടൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ശരത്തായിട്ട് നല്ലൊരു റിയാക്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ശരി, സാറേ അടിപൊളി. ശരി, മറിയ ജോൺസി ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ചേട്ടനിൽ കാണുന്ന 1 ഗുഡ് ക്വാളിറ്റി ആൻഡ് ചേട്ടനെ തിരിച്ച് ചേച്ചിയോട്. അത് നിങ്ങൾ പറയുന്നത് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് അനുസരിച്ചാണ് ഞാൻ തിരിച്ചു പറയുന്നത്. ഒന്നാമത് എല്ലാവരെയും ഭയങ്കര കംഫർട്ടബിൾ ആകും പെട്ടെന്ന്. അങ്ങനെ ആരെയും നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിലും ഇപ്പോൾ നമ്മൾ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ പോയാലും ഒരുപാട് കാലമായിട്ട് പരിചയമില്ല, ഭയങ്കര കംഫർട്ടബിൾ ആക്കും. എല്ലായിടത്തും സംസാരിക്കാൻ ഒതുങ്ങി ഒരു പരിധി കഴിയുമ്പോൾ അവർ പറയും എൻ്റെ പൊന്നു പെണ്ണേ. അത് ഒന്നാമത് കാര്യം. പിന്നെ അത് ശരിയാണ്. പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരാളായിരുന്നു കുറെ കാലം. അതിനുശേഷം ആൾക്കാർ കൊണ്ടുവന്ന ഒരു ഡിസിപ്ലിൻ കാരണമാണ് നമ്മൾ ഈ ജീവിക്കണേ. ഞാൻ കഴിഞ്ഞോ? രണ്ടെണ്ണേ പറയാനുള്ളൂ. മതി, ഒന്നേ ചോദിച്ചിട്ടുള്ളൂ. കൂടി പറയായിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു എനിക്ക് പരിപാടി. ഞാൻ കാണുന്ന 1 ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അയ്യോ ഞാൻ പറയാൻ വെച്ചതായിരുന്നു മറ്റേത് ഫ്രണ്ട്ലി ആണെന്നുള്ളത്. അതടിച്ചു മാറ്റി. ഞാനെന്ത് പറയും,
ഞാൻ അടിപൊളിയാണ്. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. എന്താണെന്ന് പ്രത്യേകിച്ച് അങ്ങനെ വൈഷു പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ അഡോപ്റ്റ് ചെയ്ത് ഞാൻ രക്ഷപ്പെട്ടു. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടന്റെ ഡയലോഗ് അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. പുള്ളി ഇപ്പോഴും പറഞ്ഞ പുള്ളി പറഞ്ഞിട്ടാണ് ലാലേട്ടൻ പറഞ്ഞിട്ടില്ലെന്നാണ്. പക്ഷേ ഇല്ല, ലാലേട്ടനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആരോടെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ വഴക്കുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് അങ്ങോട്ട് പോയി സോൾവ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈഗോ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അതിന്റെ ഭാരം നമുക്കാണ് വരിക. ആ ഒരു ദൈവമേ അവരിനി മിണ്ടുവോ മിണ്ടില്ലേ, നമ്മൾക്ക് ഈഗോ എന്നും പറഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം. പക്ഷേ അത് നമ്മളുടെ മനസ്സിനെയാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു കാര്യം സോൾവ് ആക്കാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി സംസാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഇടിഞ്ഞ് വീഴാനൊന്നും പോകണില്ല. എന്താണ് നമ്മളുടെ ഭാഗത്ത് നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോളജൈസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട ആവശ്യമില്ല. സോ അതൊക്കെ വൈഷു പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു നിൽക്കണേ. അപ്പോൾ ഇപ്പം ഞാൻ തല്ലുപിടിക്കാൻ പോകാറില്ല. തല്ല് പിടിച്ചാൽ തന്നെ തല്ല് പിടിച്ചാൽ തന്നെ ഞാൻ അങ്ങോട്ട് പോയി അപ്പോളജൈസ് ചെയ്യണം. എന്റെ തെറ്റാണ്, ഞാൻ അപ്പോളജൈസ് ചെയ്യും. ഇപ്പൊ ആരെങ്കിലും എന്നോട് മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഒരിക്കലും തോന്നാറില്ല. അങ്ങനെയല്ല, എന്റെ തെറ്റാണെന്ന് എനിക്ക് തോന്നാറൊക്കെ ഉണ്ട്. ഐ മീൻ ഞാൻ തെറ്റ് ചെയ്യാറില്ല. ഭയങ്കര കോൺട്രഡിക്റ്റിംഗ് ആണല്ലോ അത്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും അതിനടുത്ത് മിണ്ടാണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഓവർ തിങ്കിങ്ങിന്റെ പ്രശ്നം നല്ലോണം ഉണ്ട്. അപ്പൊ അത് കാരണം ഇപ്പൊ റീമയില്ലേ, നമ്മളുടെ റീമയൊക്കെ അതിനടുത്ത് ഇടയ്ക്ക് മിണ്ടാണ്ടിരിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അവള് ആട്ടി വിടുവായിരുന്നു, എനിക്ക് തിരക്ക് ഭ്രാന്താണോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ചില അസുഖമുണ്ട്. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ എനിക്ക് തോന്നുകയാണ് ഒരാളെടുത്ത് മിണ്ടണില്ല അല്ലെങ്കിൽ പഴയ പോലെ അല്ല എന്ന് തോന്നുന്നത്. ഞാൻ പോയി ചോദിക്കും, എന്താടോ താൻ പഴയ പോലെ അല്ലല്ലോ, അവരോട് മിണ്ടണില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ എനിക്ക് ചോദിക്കാൻ ഒരു മടിയില്ല. ബിക്കോസ് പുള്ളി പറഞ്ഞു തന്നുകൊണ്ട് നമ്മളിങ്ങനെ ആരുടെങ്കിലും എന്തെങ്കിലും വെച്ചോണ്ട് നമ്മുടെ മനസ്സിനാണ് അതിങ്ങനെ പയ്യെ നമ്മുടെ സമാധാനം തിന്ന് തീർക്കണ പോലെ അല്ല. ലൈക്ക് എന്താണ് അവർ മിണ്ടാത്തത് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് പോയി, പിന്നെ അവരുടെ മനസ്സിലാണ് അത് അങ്ങോട്ട് പകർത്തിക്കൊണ്ട് നമുക്കൊരു സമാധാനം. അത് അവരുടെ മനസ്സിലാണ്, അത് അവർ ഡീൽ ചെയ്തോട്ടെ. അങ്ങനെ പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ 98-1-1 റൂൾ. ഭയങ്കര പ്രൗഡ് ആവേണ്ട ആശാൻ എന്നെ കൊണ്ട് ലൈക്ക് പ്രൗഡ് മാഷ്. ഇത് മറ്റേ ഇതില് പറയുന്നല്ലേ, ഈ സ്റ്റേഷനിൽ വണ്ടി വന്നാൽ വിജയുടെ ഡയലോഗ് എടുത്തും പറയാൻ അതേപോലെ നീ ഇത് പറഞ്ഞു കൊള്ളാമെന്ന് എനിക്കറിയാം. ഇല്ല ഞാൻ കൊള്ളാക്കില്ല. സോ 98-1-1 റൂളാണ്. സോ 98% ആൾക്കാർക്ക് നമ്മൾ നല്ലത് ചെയ്യുക, 1% അതല്ലേ. എന്നാ ശരി, നിങ്ങൾ പറഞ്ഞോ. ഇതാണ് ഞാൻ പറഞ്ഞു കൊള്ളാക്കുന്നത്. അവസാനം ആൾക്കാർ വിചാരിക്കും 98% കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തിരിച്ച് നമുക്കൊന്നും കിട്ടുമായിരിക്കില്ല. നമ്മളത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അത് ന്യൂട്രൽ ആയിരിക്കും. പക്ഷെ അത്രയും ആ ചെയ്യുന്ന സാധനം കൊണ്ട് നമുക്കൊരു ദോഷം ഉണ്ടാവില്ല, ഗുണം ഉണ്ടാവില്ല, ദോഷം ഉണ്ടാവില്ല. 1% കാര്യങ്ങൾ മാത്രം ആണ് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നത്. 1% കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ദോഷം ഉണ്ടാവും. ആ 1% നമുക്ക് ദോഷം ഉണ്ടാകുന്ന 1% ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്യണ്ടേ. 99% നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ആ ആളുടെ തന്നെ തിരിച്ചു കിട്ടണം എന്ന് ആലോചിക്കുന്നതിൽ പോയിന്റ് ഇല്ല. എവിടെയെങ്കിലും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അതാണ് ലോ ഓഫ് കർമ്മ. ഇറ്റ്സ് ഓൾ ബാലൻസ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കോൺസെപ്റ്റാണ് കർമ്മ എന്നുള്ളത് കേട്ടോ. ശരി, നെക്സ്റ്റ്. പുള്ളി പറഞ്ഞപ്പോ അതൊരു ഭംഗിയില്ല. ഞാൻ പറഞ്ഞത് ഭയങ്കര 99% ആൾക്കാർ കാക്ക ചിക്കിയിട്ട പോലെ. 1% ആൾക്കാരെ നമ്മൾ അടിച്ചോടിക്കുക, എന്തൊക്കെയാണ് പറയുന്നത്. എനിക്ക് കാര്യം മനസ്സിലായിരുന്നു, പക്ഷെ എനിക്ക് പറയാറിയില്ലേ, അതൊരു ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്, എനി വൺ ഫണ്ണി ഇൻസിഡന്റ് സ്റ്റോറി വിത്ത് ഐഷു, യുവർ മാരേജ് സ്റ്റോറി. ഫുള്ള് കോമഡി, ഒരു കോമഡി പടമായിരുന്നു ഞാനും ഐഷു കൂടെ ഉള്ളത്. ഒരു യുവർ മാരേജ് സ്റ്റോറി ആൻഡ് കൺഗ്രാറ്റ്സ്. പൂജ സി വിനോദാണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ണി ഇൻസിഡന്റ് വിത്ത് ഐഷു എത്ര എണ്ണം വേണമെന്നാണ് ചോദ്യം. ഫണ്ണി ഇൻസിഡന്റ് എനിക്ക് മോസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ളത്, അപ്പം ഐഷുവിൻ്റെ കൂടെ ഒരു ഫണ്ണി ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുള്ളത്, ഞങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്തിട്ടുള്ള അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ, November 14 ചിൽഡ്രൻസ് ഡേക്കാണ് അവളുടെ ബർത്ത്ഡേ. പിള്ളേരുടെ സ്വഭാവമാണ് അതുപോലെ അവളുടെ. അപ്പോൾ അവൾക്ക് ഈ ബർത്ത്ഡേ മന്ത് തുടങ്ങുമ്പോഴേ ഒരു പ്രാന്തം അങ്ങോട്ട് കയറും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ബർത്ത്ഡേ അത് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മാസം മുന്നേ ആൾ തുടങ്ങും, എടാ ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ അല്ലേ November 14, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായി, നാട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോഴേ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവളുടെ ബർത്ത്ഡേ കാണിച്ചു കൂട്ടണം, അതിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് കേട്ടോ. കുറേ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മടുത്തു, ഞാനിങ്ങനെ പിന്നെ തിരിഞ്ഞൊക്കെ ഇരിക്കാൻ തുടങ്ങി. കുറെ അതുവരെ എല്ലാം ചെയ്തിട്ട് 14 വിഷയം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി 14-ാം തീയതി വിഷയം പറഞ്ഞു. എന്നിട്ട് അപ്പം ഞാനിങ്ങനെ ഇത് പറഞ്ഞ് കേട്ട് എനിക്ക് മടുത്തു. അവളുടെ ബർത്ത്ഡേ ഒരിക്കലും മറക്കില്ല, കാരണം അവൾ തന്നെ ഓർമ്മിപ്പിച്ചോളും. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്നൊരു ദിവസം ഞാൻ എന്നിട്ട്
അവർക്ക് വേണ്ടി ഭയങ്കര സർപ്രൈസിലൊരു ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഒരുക്കിയിട്ടുണ്ട്, ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടിയൊക്കെ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, ഞാൻ വലിയ മൈൻഡാക്കാറില്ല. 2-3 പ്രാവശ്യം കേട്ടു, അത് കഴിഞ്ഞാൽ 2 പ്രാവശ്യം കഴിഞ്ഞാൽ മൈൻഡാക്കാറില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇവൾക്ക് തോന്നി, ഓക്കെ ഞാനൊന്നും ചെയ്യില്ല, അവൾ പറഞ്ഞ് മിണ്ടാണ്ടിരിക്കണം, അല്ലെങ്കിൽ അവൾ തന്നെ അവളുടെ കേക്കൊക്കെ മേടിക്കണം തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എന്നിട്ട് പിന്നെ ഇതിനെക്കുറിച്ച് അധികം വർത്താനം പറയില്ല. 2 ദിവസം മുന്നേ ഒക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ നോക്കി, പറഞ്ഞാൽ ഞാൻ മൈൻഡാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് അന്നായപ്പോഴത്തേക്കും ഞാൻ എവിടെയും പോണില്ല, എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് ഒന്നുമില്ല, ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, വീട്ടിലൊന്നും കാര്യമായിട്ടുള്ള സെലിബ്രേഷൻ ഒന്നും കാണുന്നൊന്നും, ഐ മീൻ വീട്ടിലൊരു അങ്ങനത്തെ ഒരുക്കപ്പാടുകളൊന്നും കാണുന്നില്ല. അപ്പോൾ അവൾ ആകെ ഡിസപ്പോയിൻറ്റഡ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവള് മറന്നു പോകാൻ ചാൻസ് ഇല്ല, കാരണം അത്രയും പ്രാവശ്യം പറഞ്ഞിരിക്കണം. പക്ഷെ ഇവള് ഒന്നും ചെയ്തിട്ടില്ലേ, എന്ത് സാധനമാണെന്നൊക്കെ പറഞ്ഞാൽ അവളിങ്ങനെ ഇത്ര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആക്ച്വലി നമ്മളുടെ വെരി ക്ലോസ് ഫ്രണ്ടിൻ്റെ വീടാണ് നമ്മുടെ അഡ്ജസൻറ്റ് വീട്. നമ്മളുടെ ഫ്ലാറ്റിന്റെ തൊട്ട് അഡ്ജസ്റ്റന്റ് ആയിട്ട് വേറെ നമ്മുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടിന്റെ വീടാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിലാണ് ഫുള്ള് ബലൂൺസും എല്ലാം ഒരുക്കിയിരിക്കുന്നത്, കേക്കും, പിന്നെ അവൾക്ക് വേണ്ടി വലിയൊരു ടെഡി ബെയർ അല്ലോ വേറൊരു സാധനം എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ ഞാൻ മേടിച്ചിരുന്നു. അപ്പൊ അതൊക്കെ അവിടെയാണ് കേട്ടോ. എന്നിട്ട് രാത്രി ഇവളെ കൊണ്ടുവന്നു. എന്നിപ്പം പുള്ളിക്കാരി രാത്രി വീട്ടിൽ വന്നിട്ട് വീട്ടിലും ഒന്നുമില്ല. ആകെ ഡിസപ്പോയിന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കണ്ണൊക്കെ മൂടിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അതിന്റെ ഫോട്ടോ ഞാനവിടെ കൊടുത്തേക്കാട്ടോ, ഭയങ്കര ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതായിരുന്നു അവളായിട്ടുള്ള ഏറ്റവും ഫണ്ണി ഇൻസിഡൻറ്റ്. മാരേജ് സ്റ്റോറി അഗൈൻ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഷൈമ ചിന്നു ആണ് ചോദിച്ചത്, ബാംഗ്ലൂർ ലൈഫ് എങ്ങനെയുണ്ട് ചേച്ചി, ഫാമിലി ആൻഡ് നാട് മിസ് ചെയ്യാറുണ്ടോ? ബാംഗ്ലൂർ ലൈഫ് ഞങ്ങൾ അടിപൊളിയായിട്ട് പോണു. അഗൈൻ ഈ ട്രാഫിക്കിന്റെ പ്രശ്നമില്ലെങ്കിൽ ബാംഗ്ലൂർ അടിപൊളിയാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ്, പിന്നെ അടിപൊളി ആൾക്കാർ. താങ്ക്ഫുള്ളി ലക്ലി ഞങ്ങൾ ഇവിടുത്തെ പ്രസ്റ്റീജ് ഫാമിലി അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര അടിപൊളി ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് വന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ലൈഫ് ഇസ് വെരി ചിൽ. പിന്നെ നാട് മിസ് ചെയ്യാറുണ്ട്. നാട് മിസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഞങ്ങൾ കൊടുക്കാറില്ല, കാരണം ഞങ്ങൾ ചാടി രണ്ടിടത്തേക്കും പോകാറുണ്ട്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ബൈജൂസിൽ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എല്ലാ മാസവും വീട്ടിൽ പോകണം. വീട്ടിൽ എല്ലാ മാസവും പോകണം എന്നുള്ള അതൊരു റൂട്ടീനാണ്, അതിന് ഒരു മാറ്റമില്ല. ഇപ്പം ഞങ്ങൾ ജോലി ഇതൊക്കെ ഇത്തിരി ബിസി ആയതുകൊണ്ട് ഞങ്ങൾ 2 മാസം കൂടുമ്പോഴത്തേക്ക് 2 വീട്ടിലും പോകാൻ നോക്കാറുണ്ട്. സോ അതുകൊണ്ട് നാട് മിസ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടാവാറില്ല. അച്ഛനമ്മ ഇങ്ങോട്ടും വരും. നമ്മൾ 10 വർഷമായി ബാംഗ്ലൂർ, ബാംഗ്ലൂർ ഹോം, നമ്മൾ വെച്ചതും ഇവിടെയാണ്. അപ്പോൾ നമുക്ക് രണ്ടും ഒരുപോലെയാണ്. നമ്മൾ അവിടെ കുറച്ച് ദിവസം പോയി നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരിക എന്നുള്ളത് പോലെ ഇപ്പോൾ അതൊരു ലുക്കിംഗ് ഫോർവേഡ് ടു എന്നുള്ള കാര്യമാണ്. നാട്ടിൽ പോകുന്നതും ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, തിരിച്ചു വരുന്നതും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓവർനൈറ്റ് ജോണല്ല, എപ്പോൾ വേണമെങ്കിലും വണ്ടി എടുത്തിട്ട് പോവാം എന്നുള്ളൊരു സൗകര്യമല്ലേ. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ അങ്ങനെ മിസ് ചെയ്യാറില്ല. പിന്നെ പ്ലീസ് മെൻഷൻ യുവർ ജോബ് ആൻഡ് യുവർ ക്വാളിഫിക്കേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു. സീതാ മഹാലക്ഷ്മിയാണ് ചോദിച്ചിരിക്കുന്നത്. ഐ ആം എൻ എഞ്ചിനീയർ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ബൈ ക്വാളിഫിക്കേഷൻ. പ്രൊഫഷൻ ഞാനൊരു കസ്റ്റമർ സക്സസ് മാനേജറാണ്, ഒരു IT കമ്പനി MNCയിൽ വർക്ക് ചെയ്യണു. ലവ് സ്റ്റോറി ഓൾറെഡി കവർ ചെയ്തു. അനു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വൈഷു ആൻഡ് ഐഷു? ഇത് ഞാൻ വൈഷുടുത്ത് ചോദിച്ചപ്പോഴേ വൈഷു പറയുകയാണ്, പറയട്ടെ ഞാനത്. ഇതാരാ ചോദിച്ചിങ്ങനെ? സെബാറിയാസ് വൈഷു പറയുകയാണ്, വൈഷുവിൽ വി ഉണ്ട്, ഐഷുവിൽ വി ഇല്ല എന്ന്. എന്താ ഈ മനുഷ്യനെ പറയുക? അപ്പോൾ 2 പേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. 2 പേരോടാണ് ഞാൻ ഏറ്റവും എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാറ്. എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്കൊരു ഒപ്പീനിയൻ വേണമെങ്കിൽ ഞാൻ ഓടിപ്പോകുന്നത് വൈഷുടുത്തും ഐഷുടുത്തുമാണ് ഇപ്പോഴും. സോ ഡെഫിനറ്റ്ലി 2 പേരും എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് 2 പേരെയും ബൈജൂസ് എന്നാണ് കിട്ടിയത്. കുറേ സിമിലാരിറ്റീസ് ആണ്. പിന്നെ ഒരെണ്ണത്തിന് ഞാൻ കെട്ടി, ഒരെണ്ണം ഇപ്പോൾ അവൾ വേറെ കെട്ടിയിട്ട് അവൾ ആംസ്റ്റർഡാമിൽ പോയി. സോ അത്രയേ ഉള്ളൂ വ്യത്യാസം വേറെ. വാട്ട് ഇസ് ദ ഡിഫറൻസ്? 2 പേരും എൻ്റെ വളരെ ക്ലോസ് വെരി ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ദാറ്റ്സ് ദ സിങ്ക് ഞങ്ങൾ തമ്മിലുള്ള. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ അതോടെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.